അതെനിക്കറിയാം, അത് മാത്രം അറിയാം. വേവിക്കാണ്ട് പച്ചക്കും തിന്നാ. ഞാൻ എന്തായാലും ഉച്ചക്ക് കഞ്ഞിക്ക് കറി വെക്കുന്നു. ഇന്ന് പിന്നെ നീ വെക്കണ്ട ആവശ്യമില്ല. ഹായ് ഹായ്, ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഗ്രീൻ പീസ് കറി, കർണാടക സ്റ്റൈൽ ഗ്രീൻ പീസ് കറി വെക്കലാണ്. അപ്പോൾ ഒന്ന് നമുക്ക് വേഗം വെച്ച പിന്നെ അപ്പോൾ നമുക്കൊന്ന് വീഡിയോ ആയിട്ട് എടുത്താലോ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതാ ഗ്രീൻ പീസ് ഞാൻ വേഗം വെച്ചിന്. അപ്പോൾ ഇനി എല്ലാം മുറിച്ചിട്ട് ആക്കണം അത്രേ. അപ്പോൾ അങ്ങനെ ആക്കാൻ വെച്ചിട്ട് അപ്പോൾ അനൂട്ടിനെ വിളിച്ചിട്ട് ക്യാമറ പിടിപ്പിച്ചിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ അതിന് വേണ്ടിയ സാധനങ്ങളെല്ലാം എടുക്കലാന്ന്. അപ്പോൾ ഗ്രീൻ പീസ് ഇന്നലെ പോർത്ത് വെച്ചതാണ്. അപ്പോൾ ഇതാ പേച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവരും സാധാരണ ഇതുപോലെ ആക്കലായിരിക്കോ, എന്നാലും നമ്മള് കർണാടക സ്റ്റൈലിൽ ഒന്ന് ആക്കുന്നത് കൊണ്ട് ഒന്ന് കാണിക്കാച്ചിട്ടാണ്. ചക്ക ഇതെല്ലാം ആയതുകൊണ്ട് ഇപ്പൊ കുറച്ച് അണിങ്ങിന്റെ ഇത് കൂടിയിട്ടുണ്ട്. എന്നാലും സാറില്ല, കൈക്കൊരു പണി വേണ്ട, ഇടക്കിടക്ക് ഇങ്ങനെ. അപ്പൊ നമുക്ക് അതിന് വേണ്ടി ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മുറിക്കലാന്നെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാന്. അപ്പൊ മുറിക്കണം അത്ര. മുറിച്ചിട്ട് അത് നമ്മളങ്ങ് കുറച്ച് എന്ത് കറിയാക്കിയാലും കർണാടകത്തിൽ കുറച്ച് മസാലകളെല്ലാം ചേർത്തിട്ടൊരു നല്ല മണമെല്ലായിട്ടുള്ള ഒരു കറിയാന്ന് വെക്കുക. അപ്പൊ ആ ഒരു ടൈപ്പിൽ വെക്കാച്ചിട്ടാണ്. അപ്പൊ ഞാൻ ഗ്രീൻ പീസ് പുറത്ത് വെക്കുമ്പോ അതിന്റെ കൂടെ കുറച്ച് കടലക്ക, കടലയും ഇതെല്ലാം മിഞ്ഞാന് പോർത്ത് വെച്ചിട്ട് ഒന്ന് മറ്റേ ചെറുപയറും മമ്പയറും കടലയും പീസ് എല്ലാം പോർത്ത് മുളപ്പിച്ചിട്ടുണ്ട്. അത് വെച്ചാല് ഇതെല്ലാം കൂട്ടിയാല് നല്ല പാല് കൂടാൻ നല്ല നല്ലാന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് വൈകിട്ട് ചായക്കൊന്ന് ചെറുങ്ങനെ ഒന്ന് പൊയിങ്ങിട്ട് തിന്നാ. ഈ ഫർസിന് പോയാലെല്ലാം നമുക്ക് തേങ്ങ നല്ല രസമാണ് അത് തിന്നെ. അപ്പൊ അതുപോലെ വൈകിട്ട് ചായക്ക് പിങ്ങാച്ചിട്ട് അതവിടെ വെച്ചിന്. ഇല്ലെങ്കിൽ ഇതില് ഞാൻ ഗ്രീൻ പീസ് വെക്കുന്ന പോലെ തന്നെ ഒരു മസാലക്കറി വേറെ തന്നെ വെക്കും നമ്മളങ്ങ്. ഇപ്പൊ ഞാൻ അങ്ങനെ വെക്കുന്നില്ല, ഗ്രീൻ പീസ് വെക്കുന്നതുകൊണ്ട് നമുക്ക് അത് അടക്കട്ടെ. അപ്പൊ നമുക്ക് കറിയിലേക്ക് പോവാ. അപ്പൊ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, കളീൻ്റെ പാവ ഉറങ്ങിനി. അതാണ് ഇപ്പൊ എടുക്കാൻ പറ്റുന്ന. അല്ലെങ്കിൽ മുറിക്കുക അവിടെ ഓടുക, മുറിക്കുക ഓടുക, അങ്ങനെ ഉണ്ടാവുക. മാമൻ പുറത്ത് കണ്ണൂർ പോയിട്ടാ ഉള്ളത്. അപ്പൊ വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു കറിയാക്കുക, അത് വീഡിയോ ആക്കി എടുത്ത് വെക്കാം. പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂല. അതെ, അപ്പൊ ഞാൻ ഇതെല്ലാം മുറിച്ച് വെക്കട്ടെ, എന്നിട്ടാകുമ്പോ നമുക്ക് നോക്കാം. പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഹായ്, കളിക്കാൻ അവര് പോയല്ലേടിയോ? അവര് ഇവിടെ ഇല്ല, കളിക്കാൻ്റെ കൂട്ടുകാര് അവരെ വീട്ടിലെങ്ങാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് 2 ദിവസമൊക്കെ ഇപ്പൊ എന്നാ പണിയെടുക്കല്, ബോറടിക്കോ. അമ്മേനെ സഹായിച്ചോട്ടാ ഗ്രീൻ പീസ് അറിയാക്കെ. എന്നെ സഹായിക്കുന്ന വെച്ചാൽ ഞാൻ ആക്കിയത് തിന്നിട്ട് സഹായിച്ചാ മതി, ഇല്ലെങ്കിൽ വേണ്ട. പോഴട്ടാത്തോ അവനോ നോക്കണേ, കളിച്ചു പോവാനിങ്ങനെ വരും. നമുക്ക് കുറിച്ച് വഴുതനങ്ങ വഴുതന. ഓ, അറിയേയില്ല. അല്ല, ഇത് കളഞ്ഞു വെച്ചോണ്ട് അറിയായിരിക്കൂലല്ലോ. ഇതില് 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് വെള്ളയുണ്ട് പച്ചയും. ഇത് വെള്ളയാ? വെള്ള വെച്ചാൽ ആ ഒരു പച്ച കളറിനെയാന്ന് വെള്ള പറയാ. പിന്നെ ഇതും നമ്മളെ വെള്ള കളർ ഇവിടെ ഉണ്ടേനു, അത് വൈദ്യുതിങ്ങെല്ലാം പോയി ആടിപ്പോ ഒന്നും ചോന്നിട്ടുണ്ടാമോ ഉണങ്ങിയ പോലെ. വെള്ളമൊന്നും ഒഴിക്കലില്ല, നോക്കലൊന്നുമില്ല. ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ പക്ഷെ വിത്താവും. എന്നിട്ട് നമുക്ക് അടുത്തതാക്കാം. എന്നിട്ട് അടുത്തത് അതേപോലെ ആയിട്ട് അവിടെ നിൽക്കട്ടെ. തക്കാളി മുറിച്ചിട്ടു, ഇത് വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി. ഇനി മസാല വരാനുണ്ടത്രേ ഇത്. അപ്പൊ ഗ്രീൻ പീസ് വേവിച്ചിട്ട് ഇങ്ങനെ ഗ്രീൻ പീസ് വേവിക്കും. അതെനിക്കറിയാം, അത് മാത്രം അറിയാം. വേവിക്കാണ്ട് പച്ചക്കും തിന്നാ. വേവിക്കണ്ട നീ പറഞ്ഞോ. എന്നിട്ടാവുമ്പോ തേങ്ങ അരച്ചിട്ട് ഒഴിക്കൂ അല്ലേ? എന്നിട്ട് ഉള്ളി ഇതെല്ലാം മുറിച്ചിട്ടിട്ട് ഒഴിക്കും. അതിന്റെ പുറം കുറച്ച് എന്നിട്ട് തേങ്ങ വെച്ചിട്ടാകുമ്പോ കടുവും കരിവേപ്പിലെല്ലാം പൊട്ടിച്ചു വയ്ക്കും. ഇതും പഴയ ഉണക്കമുളകും. അയ ഗ്രീൻ പീസ് കറി സാധാരണ. അതിന് എരിവില്ല, ഉപ്പുമില്ല, ഒന്നുമില്ല. നമ്മൾ രാവിലെ ദോശ കൂട്ട, ഇഡലി കൂട്ട, അതിന് എരിവ് അധികം വേണ്ട. അതുകൊണ്ട് എരിവേ ഇടൂലേ? ഇതാണ് അനൂട്ടിന്റെ ഗ്രീൻ പീസ്. എളുപ്പമാണ്, ട്രൈ ചെയ്തു. ഇനി മേലാൽ ട്രൈ ചെയ്യൂല. പാത്രം തുറക്കുമ്പോ എന്തോ പ്രത്യേക മണം കേട്ടാ. ഇത് നല്ല മസാല ചക്കേന്റെ ഇതിന്റെ എല്ലാം ചെക്കെന്ന് പറയും കന്നഡത്തില്. പട്ട, ഗ്രാമ്പു. അതിന് ക്രാമ്പുക്ക് ലവങ്കാന്ന് പറയും. ചെക്ക, ലവങ്ക.
റൈസ് കുക്കറിൽ നമ്മളെ ചോറ് നേരത്തെ വേഗം വെച്ചിട്ട് ഇതാ വെന്തു. അപ്പൊ നമുക്കിത് ഏട്ടനാടാ വിനയേട്ട വിനയേട്ടൻ വാത്താളട്ടോ ഉറങ്ങുന്നുണ്ട്. അപ്പൊ ഉറങ്ങുന്നുണ്ട്. ഇപ്പൊ കമ്മിയാനിൽ പിടിക്കാട്ടെ. ഇപ്പൊ വാവേ പൊമ്മനിയും എന്തോ ആലോചിച്ചിട്ട് കാട്ടിക്കോ ഉറങ്ങിക്കോ. കാത്ത ഏട്ടാ അത് ഗ്രീൻ പീസ് വേഗം വെച്ചാൽ ഞാൻ അതിൽ 2 മുട്ടയും വേഗം വെച്ചിനെ വെച്ചാൽ ഓട്സ് കാച്ചി വെച്ച് കഴിക്കാൻ വേണ്ടി മുട്ടയും കൂടി കൂട്ടാച്ച്. രണ്ടും ഒന്നിലായല്ലേ, വേറെ പണിയില്ലല്ലോ. ഒരു കുറച്ചും കൂടി ഇത് 2 വിശിലിക്കാന്ന് വേവിച്ചിന്. ഇനി നമുക്ക് 1 വിശിലിക്കും കൂടി നമ്മളെ ഈ മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങും വൈദ്യനങ്ങും ഇട്ടിട്ട് ഒറ്റ വിശിലിക്ക്. വഴുതനങ്ങ അത്ര ഇതില്ലല്ലോ. ഏത് വേവില്ല? ഓ അതറിയാല്ലേ, അത് പഠിച്ചു വെച്ചിന്. തേങ്ങ ചേരുന്ന കണ്ടിനാ ഒച്ച കേട്ടിനാ അപ്പൊ ഓടി വരും. തേങ്ങ കുറച്ചാ. നീ ലേഖവല്ലുമ്പന്റെ മടിയിൽ ഇന്നോട്ടാ. അതെ അതെ കള്ള ബെഡ്കുഷ് ബടുക്കൂശ് കളച്ചിരി പൂച്ചിരി മാച്ചിരി കളച്ചിരി പൂച്ചിരി മാച്ചിരി കഴിച്ചിട്ട് കറി വെക്കുന്നതിന്റെ ഇടയില് വയറ്റിലേക്ക് എന്നാ ഇറക്കാൻ കഴിയുമോ വെച്ച് നോക്കോ. ഇതിന് ഒന്നും പറയുന്നില്ല വാവയുള്ളോണ്ട്. വാവക്ക് തന്നെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. വാവക്ക് അങ്ങനെ തിന്നാൻ കഴിയില്ലല്ല, ഞാൻ തിന്നിട്ടല്ലേ ഓന് കൊടുക്കണ്ട. എടുത്തോ. അതെല്ലാം അലക്കി ഇട്ടിട്ട് അതിൻ്റെ ഒരു കപ്പക്ക പഴുക്കാനായിട്ട് ഇന്നലെ കണ്ടിന് 2 കപ്പക്കയും പറിച്ചു വന്ന്. ഇനിയിപ്പോൾ അത് തോല് കളഞ്ഞിട്ട് കുറച്ച് എനിക്ക് ചവച്ച് തിന്നാൻ ഇഷ്ടമാണ്. പഴുത്ത അരിഞ്ഞാൽ വേണ്ട. നല്ല കോമ്പിനേഷൻ കേട്ടോ ഇത്. ഓട്സ് മുട്ടി മധുരമില്ലാത്ത ഓട്സാന്ന് കൊണമൊന്നുമില്ല. പക്ഷെ വാവക്ക് വേണ്ടി കഴിക്കുക. അപ്പോൾ ഇത് കുറച്ച് നല്ലോണം പഴുത്തിട്ടുണ്ട്. മുറിച്ച് നോക്കുമ്പോൾ തന്നെ നമ്മളെ ഇവിടെ അതിൻ്റെ കുരു ഇവിടെ തൊപ്പി തിന്നാം. കുരുണ്ടേ അല്ലാ ഊനാ എന്താന്നറിയില്ല, ഞാൻ മുമ്പേ ഒന്നും കപ്പക്കാന്ന് പറഞ്ഞിട്ട് കണ്ടാ ഞാൻ തിന്നല. അനക്ക് വേണ്ട പറയും. ഇനിയിപ്പൊ തിന്നിട്ട് അതിന്റെ രസം പറ്റി നോക്കുമ്പോ ഒരു രസം തന്നെയാണ് കപ്പക്കേന്റെ ആ ഒരു രസം. പക്ഷെ ഇത് കുറച്ച് നല്ലോണം പഴുത്ത് പോയി. പിള്ളേർക്കെല്ലാം കൊടുക്കാറുണ്ടല്ലേ. ഞാൻ ഇത് കുറേ തിന്നു എനിക്ക് പൊടിച്ചിട്ട് കടിച്ച് ഇതിപ്പോ എനിക്ക് ഇത്രയേ വേണ്ടു. ഇത് മതി, പഴുത്ത് പോയി. നല്ല മധുരമുണ്ട്. നല്ല മധുരമുണ്ട്. ഏട്ടന്റെ മടിയിൽ നിന്നിട്ടാ അന്നെ വിട് ഏട്ടാ ഏട്ടാ അങ്ങനെ വടി അങ്ങനെ വടി തലക്ക് ഏരില്ല. പിന്നെ ബില്മ എടുക്കട്ടെ, ബില്മ എടുത്തിട്ട് നമുക്ക് എടുത്ത് വെച്ചേ. അങ്ങനെ ഇങ്ങനെ പിടിക്കണേ. കുടിച്ച് ക്ഷീണായെന്ന് തോന്നുന്നു അപ്പുറത്ത്. ഇത് തിന്നിട്ട് വേണം ഇനി പഴുത്ത കപ്പൊക്കെ ഉണ്ടാക്കി തിന്നെ. എനിക്ക് ചോറൊന്നും വേണ്ട, ഇങ്ങനത്തെ കൊണ്ടു. നന്നായി അല്ല, ഇതൊന്നും തിന്നു തീർക്കണ്ടേ. നമുക്ക് ഇങ്ങനത്തെ വേണ്ട, ചോറേ വേണ്ടു. ചോറേ കൊണ്ടു. നേരെ തിരിച്ചിട്ടാ ഞാൻ. പക്ഷെങ്കില് ചോറ് അധികം തിന്നരുത്. ചോറ് ഒരു 2 തവി അത്രേ തിന്നാൻ പാടുള്ളൂ. 1 തവി അല്ലെ 2 തവി. എന്റെ അമ്മ 3 തവി 4 തവിയിലെടുക്കും. തവിയില്ല, വീട്ടിലാകെ 1 തവിയേ ഉള്ളൂ. അതിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇത് കുറുവാക്കിയാൽ വരുമല്ലോ അല്ലേ? കുറുവാകിയ വരും. കഴിച്ചു തിന്നാ ഈ മാമിക്കെല്ലാം എന്തിന്റെ കുരുകൂട്ടിയ ഭാഗ്യ. അതിന് ഇത് നമുക്ക് പാലും കൂട്ടി ഷേക്ക് അടിച്ചൂടെ? എന്താ കോക്ടെയിൽ, പപ്പായ കോക്ടെയിൽ. ഗ്രീൻ പീസ് എല്ലാം വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിന് ഇതെല്ലാം ഒന്ന് വറുത്തിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ. അതാണ് ഇതിന്റെ മാറ്റം. വറക്കാം. അതാണ് ഇതിന്റെ ടേസ്റ്റ് അല്ലേ? മസാലേന്റെ ടേസ്റ്റ്. അരച്ചിട്ട് ചേർക്കുക, വറുത്തിട്ട് അരക്കുക മൊത്തം. ഇതെല്ലാം ഒന്ന് വരട്ടിയെടുക്കണം. നല്ല ടേസ്റ്റ് അത്. നമുക്ക് തുടങ്ങാം.
കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായ എണ്ണ ഒന്ന് കൈയിട്ട് നോക്കിയേ. ഓ അത്ര വേണ്ടേ ഉള്ളൂ. വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ചൂടായിട്ടില്ല കണ്ട, ഞാൻ പറഞ്ഞില്ലേ കൈയിട്ടൊക്കെ. ഇതൊന്നും എന്തൊരു നല്ല മണങ്ങ് തായലടിച്ചു. നല്ല മണം വരാനായാ? ആയില്ലല്ലോ. ചെറുങ്ങനെ നല്ല മണം തായലേക്ക് അടിച്ചപ്പാട് ഞാൻ വിചാരിച്ചു എന്തോ അങ്ങനെ ആക്കുന്നുണ്ട്. ഇപ്പം പോയാലേക്ക് കിട്ടുകയുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് വന്നാലേ കിട്ടുമായിരുന്നു. ഇത് തുടങ്ങിനേ ഉള്ളൂ. അല്ല ശരിക്കും സംഭവം അത് കറി ഗ്രീൻ പീസ് കറി. ഗ്രീൻ പീസ് കർണാടക സ്റ്റൈൽ. ഞാൻ എന്തായാലും ഉച്ചക്ക് കഞ്ഞിക്ക് കറി വെക്കുന്നു. ഇന്ന് പിന്നെ നീ വെക്കണ്ട ഇടുന്ന് കൂട്ടാലോ. നിങ്ങൾ എങ്ങനെയാ ഗ്രീൻ പീസ് വെക്കല്? സാധാരണ മുളപ്പിച്ചിട്ട് അല്ല പൊതിർത്തിട്ട് സാധാരണ അത് അടുപ്പത്തിട്ട് അതിൻ്റെ അകത്ത് ക്യാരറ്റ്, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പിലെല്ലാം ഇട്ട് വേവിക്കും. എന്നിട്ട് തേങ്ങാപ്പാലാക്കിയിട്ട് കുറുമ പോലെ ആക്കലാണ് ഞാൻ സാധാരണ. മഞ്ഞപ്പൊടി ഗ്രീൻ പീസ് കുറുമ. പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ട് എല്ലാം ആക്കിയിട്ട് തേങ്ങാപ്പാൽ പറഞ്ഞിട്ട് കുറുമ പോലെ ആക്കലാണ്. അല്ലാണ്ട് കറിയാക്കിയിട്ട് വെക്കില്ല. ഇത് കർണാടക സ്റ്റൈൽ കറിയാണ്. അപ്പൊ നമുക്ക് വെളുത്തുള്ളി ഇട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്ക് കൂട്ടാനുള്ള ഒരു ഭാഗ്യം കിട്ടണേ. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ബാക്കി ഉണ്ടാവില്ല. അതുകൊണ്ടാ പറഞ്ഞത്. ടേസ്റ്റ് ഉണ്ടെങ്കിൽ നീ തന്നെ ഉണ്ടല്ലോ ഇട പൂച്ചയായിട്ട്. അഥവാ ഉള്ളി ഇട്ട് കൊടുക്കാം. അത്രേ വേണ്ടില്ലല്ലോ അല്ലേ? അത്രേ ഉണ്ട്. ഇത് അരക്കുകയ്യ മൊത്തം വരച്ചിട്ട്. വരക്കാനാ ഭയങ്കര മമ്മി പറഞ്ഞു. അതല്ലേ ഓളെ ഞാൻ പഠിപ്പിക്കലല്ലേ. ഓള് നാളെ വേറെ വീട്ടിൽ പോയിട്ട് വെക്കണ്ടല്ലേ. ഓഹോ നമുക്ക് ഇടത്തേക്ക് പോവാ. പക്ഷെ അവളെ ഇതൊന്നും ഞാനിവിടെ ചെയ്യാൻ പറ്റില്ല. എന്താന്ന് വെച്ചാലില്ല, ഞാന് ഇത് ഒരാഴ്ചത്തേക്ക് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ ഒറ്റ ദിവസം കൊണ്ടങ്ങ് വെക്കും. കറിയാണെങ്കിൽ ഇത്ര പൊടി ഉണ്ടാവുള്ളൂ. നമുക്ക് പാടാക്ക് വേണ്ടേ. പക്ഷെ അത് എങ്ങനെ ഉണ്ടാവലുണ്ട്? അത് സൂപ്പർ ആയിട്ടുണ്ട്. എന്നാ നീ ഒരു മാസം പണിയെടുത്ത് വെച്ച ഒരു ദിവസം കൊണ്ട് തീർക്കുമല്ലേ സാധനം മേടിച്ചിട്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഇതിലേക്ക് പോവാ. അപ്പൊ അതിലേക്ക് നമുക്ക് ഇതാ പട്ടക്രാമ്പ്, ചെക്ക, ലവങ്ക. ഇതിന്റെ എല്ലാം ഒരു മണായിട്ട് നല്ല ടേസ്റ്റ്. ഇത് അരക്കാൻ പറ്റൂലേ? കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. വാവാടുന്ന് കുഴപ്പാക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് വേ ഇറക്കി വെച്ചിട്ട് പാല് വെക്കാൻ പോകണം. ഇതാണ് കസ്കസ്. അതറിയാം. ഇത് അധികം ആള് ഉപയോഗിക്കൂല. എന്തിനാന്ന് അറിയായിട്ട്. അപ്പൊ ഇങ്ങനെയല്ലേ നമുക്ക് കറി വെക്കുമ്പോൾ ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇത് ശരിക്കും എന്തിനാ ഇങ്ങനത്തേനാ? ഇങ്ങനെ തന്നെ ഇടാനാണ്. നേർച്ചയിലെല്ലാം ഇടുമ്പോ നല്ല രസമാണ്. നേർച്ചക്കറിയിലെല്ലാം നല്ല മണം ഉണ്ടാവും. മത്സരം തോന്നുന്നു. കുറച്ച് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഇറക്കി വെച്ചിട്ട് കുട്ടിക്ക് വിശപ്പെടുത്തിട്ട് ഒന്നും ചെയ്തു. ഇത് കഴിഞ്ഞു. ഇതും കൂട്ടിട്ടുണ്ട്. ഇല്ല കണ്ണാ തരുവേ. ഇല്ലപ്പാ. ഓ അണുവേച്ചില്ല ഇപ്പടം നോക്കിയട്ടെ. ഓ പാലുകാമേ കാളില് കേൾക്കാൻ മുളക് പൊടി. പാല് കൊടുത്ത് ഉറങ്ങാൻ കുറച്ച് സമയം എടുത്തു. നല്ല കാളതേനു. അതെ, അതുകൊണ്ട് നേരം പൈകി പോയി. അതുകൊണ്ട് നമ്മൾ തേങ്ങ അപ്പാട് ഇട്ടിട്ട് അവിടെ ഇതാക്കി വെച്ചിട്ട് പോയി. ഇതാ തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഈ അടുപ്പത്തുള്ള സാധനം എന്ന് പറഞ്ഞാല് കുറച്ച് കപ്പൊക്കെ കിട്ടിയിരുന്നു. അപ്പുറത്ത് അമ്മ പറഞ്ഞില്ലേ, അത് നമ്മള് കോക്ടെയിൽ അടിക്കാൻ വേണ്ടിട്ട് കുറച്ച് ക്യാരറ്റ് പുയിങ്ങാൻ പറ്റുന്നതാട്ടോ. അതെ, നമുക്കറിയുന്ന പോലത്തെ ഒരു കോക്ടെയിൽ അടിക്കാൻ വെച്ചിട്ട്. കോക്ടെയിൽ എന്ന് പറയാൻ കഴിയില്ല, നമ്മളെ രീതിയിലുള്ള ഒരു കോക്ടെയിൽ. അപ്പൊ ഇതെന്തായാലും അത് നമുക്ക് അരച്ചെടുക്കാം. ചിക്കൻ്റെ ആ ഒരു മണം ഇതുണ്ട്. നല്ല ബിരിയാണി വെക്കുമ്പോളെ മീൻ മുറിച്ചിട്ട് മഞ്ഞളും ഇതും കലക്കി വെച്ചിട്ടുണ്ട്. അതെ, ഗ്രീൻ പീസ് കറിയും മീൻ പൊരിച്ചതും വഴുതിനിങ്ങ വറവാണ് ഇന്നത്തെ സ്പെഷ്യൽ. കുറച്ചൊരു അരക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ല മണം. മണേ ഉള്ളൂമ്മോ? മണേ ഉള്ളു, ഗുണമൊന്നും ഇല്ലാമോ? അല്ല അങ്ങനെ ആക്കി നോക്കിയില്ലേ? അന്നേരം രസമില്ലേ? അന്നേരം രസമുണ്ട്. ഇപ്പൊ രസമൊന്നും അറിയില്ലല്ലോ. കണ്ട നമ്മളെ മസാല എന്താണ് ഈസായിട്ട് അരച്ചിട്ടുണ്ട്. മഞ്ഞ കളർ വഴുതിനിങ്ങ ഇട്ട് കൊടുത്തിട്ട് എന്താ അതിന് ഞാൻ പറഞ്ഞില്ലേ വഴുതിനിങ്ങ കത്ര ചെയ്ത് വേണ്ടുന്നു. ആയിട്ടുണ്ട്. നമ്മളിതെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കാം. ഇതിലെന്തോ ഒരു ചന്ദന കളറാണ്, ഇതിലെന്തോ ഒരു മഞ്ഞ. നേരിട്ട് നല്ല ചന്ദന കളറല്ലേ കാണുന്നത്, ഇതിൽ പക്ഷെ മഞ്ഞ കളറാണ് ക്യാമറയിൽ. മഞ്ഞ തന്നെയല്ലേ? എനിക്ക് മഞ്ഞ കാണുന്നു. ഭഗവാനെ കണ്ണ എന്റെ കണ്ണിനെന്താ പറ്റിട്ടാ. ഇത് നമ്മൾ ചോറ്റിനാക്കുന്ന കറി. ഇത് കടിക്കെല്ലാം നല്ല രസമുണ്ടാവും, ദോശക്ക് കൂട്ടാനും പുട്ടിന് കൂട്ടാനും എല്ലാത്തിനും രസമുണ്ടാവും. എന്നാലും നമ്മളിങ്ങനെ ആക്കിയല്ലേ നമ്മളിത് ചോറ്റിനാക്കി എടുക്കാം. പൊതുവേ ഞാനിങ്ങനെ ചോറ്റിന് ഗ്രീൻ പീസ് കറി കൂട്ടലില്ലല്ലേ? ഇന്ന് കൂട്ടി നോക്കാം, വെറൈറ്റി ആയതുകൊണ്ട് കൂട്ടി നോക്കാം. അപ്പോ ഇതാ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മണമെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്നും വറുത്തിട്ടാ വറുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ പൊട്ടുന്ന. വെളിച്ചെണ്ണ പൊട്ടാനാ? പച്ചവെള്ളം ഉണ്ടെങ്കിൽ പൊട്ടൂലേ? അതിൽ പച്ചവെള്ളം ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ പൊട്ടൂലേ? ഉണ്ടെങ്കിൽ പൊട്ടു. ഇനി പറഞ്ഞേ. അപ്പൊ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായതിനെ തൊട്ടൊക്കെ ആർക്കോ ഇപ്പറ മീൻ പൊരിക്കാൻ വെച്ചിനേട്ടാ. എന്താ അതെ, റെഡി. ഓക്കെ, അപ്പം നമ്മളെ ഗ്രീൻ പീസ് മസാല ഗ്രീൻ പീസ് കറി റെഡി, കർണാടക സ്റ്റൈൽ. അതെ, ഇനി ഒന്ന് പച്ചാൽ നമുക്ക് ടേസ്റ്റ് നോക്കാം. പറിച്ചു കഴിഞ്ഞു, എല്ലായി ഓഫാക്കി. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് നോക്കുന്ന ടേസ്റ്റ് നോക്കിക്കോ. ചോറ്റിനാ നോക്കുന്ന? ഇപ്പം നോക്കുന്ന? ഇപ്പം നോക്കിക്കോ. ഞാൻ ഇങ്ങനെ തീപ്പെട്ടി ഉച്ചക്ക് ടേസ്റ്റ് നോക്കി. അയ്യോ വായിൽ പൊള്ളിപ്പോല. ചിക്കൻ കറി കൂട്ടും പോലെ ഉണ്ട്. ഇതല്ലേ ഒരു പിടി ചോറ് അപ്പൊ മീൻ പൊരിക്കട്ടെ. അപ്പാടെ നമുക്ക് ചോറുണ്ണ. അതെ, ഏകദേശം ഉച്ച സമയമായി. ഓനെ കൊണ്ട് 1 മണിക്കൂർ അങ്ങനെ പോയി, വാവിനെ കൊണ്ട്. അതെ. അപ്പൊ അങ്ങനെ ഗ്രീൻ പീസ് കറി വെക്കാൻ എടുത്തരാം. അപ്പൊ എനിക്ക് കർണാടക സ്റ്റൈലൊന്നും ആക്കിയാൽ വെച്ചിട്ട് അങ്ങനെ ഓർമ്മയായിട്ട് അങ്ങനെ ആക്കിയതാണ്. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനേ. അതെ, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരെ. അതെല്ലാവർക്കും ബൈ.